എനിക്ക് കുറച്ച് നല്ല നാട്ടുമാങ്ങ കിട്ടിയിട്ടോ. അത് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല ടേസ്റ്റുള്ള നല്ല മധുരമൊക്കെ ഉള്ള നല്ലൊരു മാങ്ങയാണ് കേട്ടോ ഇത്. ബാംഗ്ലൂരൊന്നും ഇത്ര ടേസ്റ്റുള്ളൊരു മാങ്ങയൊന്നും കിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഞാനൊരു മാങ്ങ കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നന്നാക്കാനൊരു വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. നമ്മൾ മാങ്ങ നാട്ടിലത്തെ വലിയ മാവുകളൊക്കെ മരങ്ങളായിരിക്കുമല്ലോ, അവിടുന്ന് താഴെ വീണ് കിട്ടുന്ന മാങ്ങയാണ് നമുക്ക്. അത് നമ്മൾ പറക്കിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് കഴുകി അതിൽ കേടെന്തെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് അതൊക്കെ ചെത്തി കളഞ്ഞ്, പിന്നെ പുഴുവൊക്കെ ഉണ്ടോ നോക്കണം കേട്ടോ. അത് ചില മാങ്ങകളിലൊക്കെ ഇങ്ങനെ പുഴു ഉണ്ടാവും. അപ്പോൾ നല്ല മാങ്ങകൾ നോക്കി എടുത്തു കഴിഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇങ്ങനെ തൊലി ചീന്തി എടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ മുറിച്ച് തൊലി ചെത്താനൊക്കെ ബുദ്ധിമുട്ടാണ് ഇതിന്. അപ്പോൾ തൊലി ഇങ്ങനെ ചീന്തി എടുത്തു കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ ഈ തൊലിയിൽ നല്ല നീരുണ്ടാവും കേട്ടോ. അപ്പോൾ അതിനതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലർക്ക് അത് ഇത്ര താല്പര്യം ഉണ്ടാവില്ല ഇങ്ങനെ പിഴിയണതൊക്കെ. പക്ഷെ നമ്മൾ നന്നായി കഴുകി ഒക്കെ വൃത്തിയാക്കിയിട്ടുള്ളതൊക്കെയാണെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കണ്ടോ ഇത്ര നീര് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ നീരാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഇതാണ് വേവിക്കാൻ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിൽ വേറെ കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതിൽ വെള്ളരിക്കൊക്കെ സാധാരണ മാങ്ങാക്കൂട്ടാനിലൊക്കെ ഇടും. പക്ഷെ ഞാനിതിൽ കുറേ മാങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഇട്ടില്ല. അതിൽ ഞാൻ മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് അതങ്ങനെ വേവിക്കാൻ വെച്ച് ഒരു 2 വിസിൽ വന്നാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് അരച്ച് ചേർക്കാനായിട്ട് ഞാനൊരു മീഡിയം സൈസ് നാളികേരം, 1/4 ഭാഗം നാളികേരവും, ഒരു 1/2 സ്പൂണ് ജീരകവും, പിന്നെ എരിവിന് ആവശ്യമുള്ള ചുമന്ന മുളകും, ഒരു 2 സ്പൂൺ തൈരും, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിൽ ഒരു അച്ച് ശർക്കര പൊടിച്ചിട്ടിട്ട് അതൊന്ന് തിളപ്പിച്ച് പിന്നെ ഈ അരച്ചതും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതിയിട്ട്, വല്ലാതെ ഇങ്ങനെ തിളയ്ക്കൊന്നും വേണ്ട. പിന്നെ അതിൽ ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ കുറച്ച് കരിവേപ്പിലയും പിന്നെ അവസാനം കുറച്ച് നല്ല തൈരൊന്ന് അടിച്ച് മോര് പോലെ ആക്കിയിട്ട് അതൊന്നും അങ്ങനെ ഒഴിച്ച് പിന്നെ തിളപ്പിക്കേണ്ട, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലോണം ഒന്ന് കടുകും മുളകും കരിവേപ്പിലയൊക്കെ നല്ലോണം വെളിച്ചെണ്ണയിലൊന്ന് വറുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടോ. വറുത്തിടുമ്പോൾ അതിൽ ഒരു 1/2 സ്പൂണ് ഉലുവപ്പൊടിയും കൂടിയും ചേർത്ത് വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണവും രുചിയൊക്കെയാണ് കേട്ടോ മാങ്ങാക്കൂട്ടാൻ. മുഴുവനോടുള്ള ഉലുവയും വറുത്തിടുക കേട്ടോ. മാമ്പഴക്കാലമായ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റൊക്കെ ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.